നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഈ പ്രിവിലേജ് എന്നുള്ള സാധനമുണ്ട്. ഇപ്പം നമ്മളെല്ലാം അനുഭവിക്കുന്ന പ്രിവിലേജുകളുടെ അതിർവരമ്പിൽ എവിടെയും എത്താതെ തഴയപ്പെട്ടു പോയ ഒരു ജനവിഭാഗമുണ്ട് നമ്മളിപ്പോഴും. ഇപ്പം സെറ്റിൽമെന്റ്, ഈ പറയുന്ന മുത്തങ്ങ സമരത്തിന് ശേഷം ഉണ്ടായ സെറ്റിൽമെന്റിനെ കുറിച്ച് ഒന്ന് ആലോചിക്കുക. പാർലഫാം പോലത്തെ സ്ഥലത്ത് 1 ഏക്കർ റബ്ബർ തോട്ടം ഒരു ആദിവാസി കുടുംബത്തിന് കൊടുക്കുന്നു. റബ്ബർ എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യേണ്ടതെന്നുള്ള ബേസിക് ധാരണ പോലും ഇല്ലാതെ ഒരു റബ്ബർ മരം ഒരു ആദിവാസി കുടുംബത്തിന് കൊടുക്കുകയാണ്. അപ്പം അതിൻ്റെയൊക്കെ പരിണിത ഫലമായി ഉണ്ടാകുന്ന നീതി പോലും എത്രത്തിലാണ് സ്പ്രെഡ് ചെയ്ത് പോകുന്നതെന്നും കൂടി നിങ്ങളെ പോലത്തെ പത്രപ്രവർത്തകരും കൂടി ആലോചിക്കണം. നിങ്ങൾക്ക് ആ സമയത്ത് ഇതിനെ അഡ്രസ്സ് ചെയ്ത ആൾക്കാരാണ്. ഇപ്പം ഞാൻ പറഞ്ഞ ചെങ്ങറയിലും പൂയംകുട്ടിയിലായാലും ആയിക്കോട്ടെ, ആദിവാസി സമരങ്ങൾ നീതിക്ക് വേണ്ടിയിട്ടാണ്, ഭൂമിക്ക് വേണ്ടിയിട്ടാണ്. ബേസിക് ആയിട്ടുള്ള മനുഷ്യന്റെ ആവശ്യമാണ്. ആഹാരം, വസ്ത്രം, പാർപ്പിടം എന്നൊക്കെ പറയുന്ന സാധനത്തിന്റെ ബേസിക് നീഡാണ്. അതിലേക്ക് ആൾക്കാരെ കൈപിടിച്ച് ഉയർത്തേണ്ടത് സോഷ്യൽ ഉത്തരവാദിത്വമുള്ള എല്ലാവരുടെയും, ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് എല്ലാവരുടെയും കടമയാണ്. ഇപ്പം ഈ സിനിമ കൊണ്ട് നമ്മൾ അത് ഭയങ്കരമായി പ്രിവിലേജ്ഡ് അല്ലാത്ത ആൾക്കാരെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുവരുന്നതിനപ്പുറത്ത് മറന്നുപോയ ചില കാര്യങ്ങളെ ഓർമ്മപ്പെടുത്തുക, ബോധപൂർവമായി തന്നെ ഓർമ്മപ്പെടുത്തുക. അത് ഒന്നും അറിയാത്ത, ഇപ്പം ടോയ് പറഞ്ഞ പോലെ 2003 ജനിച്ച ഒരാൾക്ക് ഇന്ന് 23 വയസ്സാണ്, ചെറുപ്പക്കാരനാണ്. അപ്പം സിനിമയായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണ്, അയാൾ ഈ ഇനീഷ്യൽ കളക്ഷന്റെ ഭാഗമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അയാൾക്ക് ഈ സിനിമ കാണുമ്പോൾ ഇതൊന്നും അറിയില്ലെങ്കിൽ പോലും ഒരു മിഠായി കടലാസ് പോലെ പൊതിഞ്ഞ ഒരു നല്ല ചോക്ലേറ്റ് എങ്ങനെയാണോ പൊതിയുക എന്നാണ്, അതുപോലെ ഒരു കൊമേഴ്ഷ്യൽ പാക്കേജ് ഇതിൽ പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഓരോ 20 മിനിറ്റിലും ഇതിന്റെ ജോണലിങ് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതൊരു എന്റർടൈൻമെന്റ് ഫാക്ടറിൽ കാര്യങ്ങൾ പറയും. ഇപ്പം പഴയ സിനിമകൾ എടുത്തു നോക്കിയാൽ മതി. ഇപ്പം ഹരിഹരൻ സാറ്, MT സാറ്, IVC സാറൊക്കെ ചെയ്ത സിനിമകളിൽ അവർ കൃത്യമായി അന്നത്തെ സമകാലിക രാഷ്ട്രീയത്തെ കൃത്യമായി അടയാളപ്പെടുത്തി വിമർശിച്ച്, ഇപ്പൊ രഞ്ജിപ്പണിക്കർ സാറിന്റെ സിനിമകൾ പോലും കുറച്ചുകൂടെ മുന്നോട്ട്. പിന്നെ എപ്പോഴും നമ്മൾ അത്തരം സിനിമകളെ മറന്നു പോവുകയോ അല്ലെങ്കിൽ അത്തരം സിനിമകൾ ട്രൈ പോസിറ്റീവ് എടുക്കാതെ പോവുകയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എന്നിലെ സിനിമക്കാരനെ അല്ലെങ്കിൽ എന്നിലെ സിനിമ സംവിധായകനെ ഹോണ്ട് ചെയ്ത ഒരു കഥ എനിക്ക് കിട്ടുന്നു. ആ കഥയിൽ എനിക്കെന്ത് ചെയ്യാൻ പറ്റും എന്ന ആലോചനയിൽ കൊണ്ടുവരുന്നു. എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല ടെക്നീഷ്യന്മാരെ, ഏറ്റവും നല്ല നടനെ ഞാൻ അതിലേക്ക് കൊണ്ടുവരുന്നു. മറ്റ് കോ ആർട്ടിസ്റ്റുകൾ നമ്മൾ അതിലേക്ക് കൊണ്ടുവരുന്നു. ആ സിനിമയെ നന്നാക്കാനുള്ള ശ്രമം നടത്തുന്നു. ഈ സിനിമ ശരിക്കും ഇന്ത്യൻ സിനിമ കമ്പനി എന്നുള്ള പുതിയ പ്രൊഡക്ഷൻ കമ്പനി, മറ്റ് പല പ്രൊഡക്ഷൻ കമ്പനി, ഇപ്പം ഷമീർ ആദ്യമായിട്ട് ഇതിന്റെ പ്രൊഡക്ഷന്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്ന ആളാണ്. ഷമീർ നമ്മുടെ യാത്രകളിൽ, ഷമീർ ശരിക്കും 2011 മുതൽ, അവൻ സ്പോട്ട് റൈറ്ററും ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്ന കാലത്ത് മുതലുള്ളതാണ്. അപ്പോൾ ടൊവിയും 2014 മുതൽ നമ്മൾ സുഹൃത്തുക്കളാണ്. അപ്പോൾ ഒരു സുഹൃത്ത് ബന്ധങ്ങൾക്കിടയിലുള്ള ഒരു യാത്ര പോലെ ഇതിന്റെ എല്ലാ വഴികളിലും ഉണ്ടായിരുന്ന ആളാണ് ഷമീറും ടൊവിനോ ആയാലും ആരായാലും. അപ്പൊ ഇതിനും നല്ല വഴിക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ആണ് നമ്മൾ പ്രൊഡ്യൂസേഴ്സിനെ സമീപിക്കുന്നത്. അപ്പൊ ഈ സിനിമ ചൂസ് ചെയ്യുക എന്നത് ടിപ്പുവും ഷിയാസ്കയും ചെയ്ത മറ്റൊരു തരത്തിലുള്ള ഈ സിനിമയോടുള്ള ഐക്യദാർഢ്യപ്പെടുത്തലാണ്. അപ്പൊ അതിന്റെ നാൾവഴികളിലെല്ലാം നമ്മളിപ്പോൾ കൂടെ നിൽക്കുക. അതിന്റെ ബഡ്ജറ്റ് ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ വലിയ പാടായിട്ടുള്ളൊരു സിനിമയാണ്. ഇതിൻ്റെ ഒരു പ്രമാണി സെറ്റ് ചെയ്തെടുക്കുക, സ്ക്രിപ്റ്റിൽ എഴുതിയതുപോലെ അല്ലെങ്കിൽ സ്ക്രിപ്റ്റിനെക്കാളും നന്നാക്കാനുള്ള ഒരു ശ്രമമാണല്ലോ നമ്മൾ എടുക്കേണ്ടത് ശരിക്കും. അപ്പം അതിന്റെ ശ്രമങ്ങളിലെല്ലാം നമ്മളിപ്പോൾ കൂടെ നിൽക്കുന്ന ഒരു പ്രൊഡക്ഷൻ കമ്പനി, ആർട്ട് ഡയറക്ടർ ഭാവക്ക, ജെയ്ക്സ് വിജയ് മ്യൂസിക്, രംഗനാഥ രവി, അരുൺ മനോഹർ, അങ്ങനെ വലിയ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സുരാജേട്ടൻ, ചേരൻ സാർ, അങ്ങനെ കോ ആർട്ടിസ്റ്റുകളടക്കം നമ്മളോടൊപ്പം സിനിമയിൽ അഭിനയിച്ച വയനാട്ടിലെ ഗോത്ര വിഭാഗങ്ങളിലുള്ള പല വിഭാഗങ്ങളിലുള്ള ഏതാണ്ട് 7000 പേര് പല ഘട്ടങ്ങളിലായി 1000, 500, 800 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൂടെ അഭിനയിച്ച, അതല്ലാതെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോലീസായിട്ട് അഭിനയിച്ച അത്രയും ക്രൂ മെമ്പേഴ്സ്, വിജയ്, DOP, അങ്ങനെ ഇതൊരു ടീം വർക്കിന്റെ ഭാഗമായിട്ട് നമ്മൾ എടുക്കുന്ന ഒരു സിനിമയാണ്. സിനിമ എന്ന് വെച്ചാൽ പുതിയ കാലത്ത് പ്രൊഡ്യൂസറിന് കമ്മോഡിറ്റിയാണ്. പ്രൊഡ്യൂസറിനും കൂടി പൈസ ലാഭം ഉണ്ടാക്കുക എന്ന നിറഞ്ഞ ബോധ്യത്തോട് പൈസ ലാഭം കിട്ടണം, ഇത് ചർച്ച ചെയ്യപ്പെടണം. അതെ, ചർച്ച ചെയ്യുക എന്നുള്ളത് പ്രേക്ഷകരുടെ മുന്നിലേക്ക് വെക്കേണ്ട. ഈ റബ്ബർ തോട്ടം കൊടുത്ത കാര്യം പറയുമ്പോൾ എനിക്ക് തോന്നുന്നു അന്ന് ഈ റബ്ബർ വെട്ടാൻ പോലും അറിയാതെ റബ്ബറിന്റെ മുകളിൽ ഇരുന്ന് ആത്മഹത്യ മുഴക്കിയ ഒരു കാലമായിരുന്നു അന്ന്. ഭൂമി കൊടുത്തെങ്കിലും അവർക്ക് അതുപോലും അറിയില്ല, അവർക്ക് എന്തിനാണെന്ന് അറിയില്ല. അന്ന് ആ സമരമൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഓടിയെത്തുകയാണ് ഈ കാര്യങ്ങൾ പറയുമ്പോൾ. എന്തായാലും ഈ സബ്ജക്ട് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഞാനൊക്കെ എന്തായാലും ചർച്ചയ്ക്ക് എടുക്കും. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.